ദീർഘമായ ഒരു ചോദ്യത്തിൻ്റെ ഒരു ചുരുക്കം പറയാം. വീട്ടിലെ ഗൃഹനാഥന് ഉപ്പാക്ക് അവിടെ മാനസിക രോഗമാണ്. ആ മാനസിക രോഗം വരാനുണ്ടായ ഒരു സാഹചര്യം, അദ്ദേഹം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പോൾ മദ്യപാനിയായിരിക്കെ തന്നെയാണ് വിവാഹമൊക്കെ നടന്നത്. അപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് എന്നാൽ ശരിയാവും എന്നുള്ള നിലക്ക് അങ്ങനെ കല്യാണമൊക്കെ ആയതാണ്. അപ്പോൾ മക്കളൊക്കെ ആയി, പക്ഷേ കുറേ ആയിട്ടും മദ്യപാനം നിന്നിട്ടില്ല. പിന്നെ ദീർഘകാലം ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ, അത് ഈ മദ്യപാനം അവസാനിച്ചതിൻ്റെ പേരിൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, മാനസിക പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങളോളം താമസിച്ചു. പിന്നെ അവിടുന്ന് തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അവിടുത്തെ കുറച്ച് പ്രയാസങ്ങൾ കാരണത്താൽ. ചുരുക്കത്തിൽ ഇപ്പോൾ വർഷങ്ങളായി മകനും അതുപോലെ ഉമ്മയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു പ്രധാന പ്രയാസം മരുന്നുകൾ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. പലവട്ടം കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കാണിച്ചു. അപ്പോൾ ഇനി മരുന്ന് എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയെ തള്ളിക്കളയാണ്. പിന്നെ കൂടുതൽ ഡോസുള്ള മരുന്ന് കൊടുത്താൽ ആകെ തളർന്ന് പിന്നെ ബെഡിൽ തന്നെ മൂത്രയിക്കുന്ന അവിടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അതല്ലാതെ മരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ദേഷ്യം കൂടുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമാണ് എന്ന് ശരിക്കും പറയാണെന്നാണ് ബുദ്ധിമുട്ട്. അപ്പോൾ വേറെ പുറത്തിറങ്ങാനോ മറ്റൊന്നും ഉള്ള സാഹചര്യമില്ല. ഇവർ വലിയ പ്രയാസത്തിലാണ്. ഇപ്പോൾ ഇതിന് ഒരാശ്വാസം കിട്ടുന്ന വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകളാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിന് ബന്ധം ഈ മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്രോവൽ, ഇത് ഉപേക്ഷിക്കുന്ന സമയത്തുണ്ടാകുന്ന ചില സിംറ്റംസ് ആണ്. കാരണം ഇതുവരെ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാൾക്ക് ലഹരി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വിഭ്രാന്തികളില്ലേ, അതിനൊന്നും ഇത്ര കാലത്ത് ദൈർഘ്യം ഉണ്ടാവില്ല. ഇതിൽ സംഭവിക്കണത് എനിക്ക് തോന്നുന്നത് ഇയാൾ മാനസികമായി തയ്യാറാവാതെ അയാളെ ചികിത്സിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കേസിൽ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. അതായത് ഇയാൾ എന്തല്ല, മദ്യം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷെ കുടുംബങ്ങൾക്ക് ഈ മദ്യം എന്ത് ചെയ്യണം, ഇയാൾ ഉപേക്ഷിക്കണം. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഇടുക. അയാൾ അവിടെ നിന്ന് ചേഞ്ച് ആവാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അയാളെ നിരന്തരമായിട്ട് അവിടെ തന്നെ താമസിപ്പിക്കണം. അപ്പോൾ ഇയാളിൽ ഇപ്പോൾ പ്രകടമാകണം എന്താ വെച്ചാൽ ശക്തമായ പ്രതിഷേധമാണ്. അതായത് മനസ്സുകൊണ്ട് മദ്യം ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരാളെ മദ്യത്തിൽ നിന്ന് തടയുമ്പോൾ തന്നെ മദ്യത്തിൽ നിന്ന് തടഞ്ഞവരോടുള്ള ശക്തമായ പ്രതിഷേധം. കാരണം അയാൾ ബോധവാനാണ്, അയാൾക്ക് നമ്മളെ പോലുള്ള ബുദ്ധിയുണ്ട്, ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അയാളിപ്പോൾ ഈ കാണിക്കണമൊക്കെ എന്താ വെച്ചാൽ മദ്യം കിട്ടാത്തതിൻ്റെ വിഭ്രാന്തിയാണ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ അയാൾ മര്യാദക്ക് മരുന്ന് കഴിച്ചാൽ എന്ത് ചെയ്യും, അയാൾക്ക് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അയാൾക്ക് മദ്യം കിട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ തടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ നല്ല മരുന്നുകൾ, മെഡിസിൻസ് ഉണ്ട്. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാറ്റാവുന്നൊരു കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഇയാൾ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ മദ്യം കിട്ടാത്ത പ്രതിഷേധം അയാൾ ആരോട് രേഖപ്പെടുത്തും, അയാളെ ഭാര്യയോട് രേഖപ്പെടുത്തും, ഈ ചികിത്സക്ക് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും അയാൾ രേഖപ്പെടുത്തും. അതാണ് ഒരു പരിധിവരെ ഇതിലുള്ള സംഗതി നാം മനസ്സിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരാളെന്താന്ന് വിചാരിച്ചാൽ നല്ല ബോധവും ചിന്തയൊക്കെ ഉള്ള ഒരാൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, എല്ലാവരെയും കഷ്ടപ്പെടുത്താനായിട്ട് മെനക്കെട്ടാൽ അയാളെ നോക്കുക എന്നുള്ളത് എന്ത് തന്നെയാണ്, നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഇങ്ങനത്തെ മാനസിക രോഗ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഭർത്താവ് വാപ്പാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോടൊരു സഹതാപവും സ്നേഹമൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവത്തെ തടുക്കാനുള്ള സംഗതികൾ ചെയ്യണം. മറിച്ച് ഉള്ള വിഷയം അതാണ്. അപ്പോൾ ഒന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുമ്പോൾ അത് അവരുടെ കുടുംബക്കാരൊക്കെ അത് അനാവശ്യമായി പ്രയാസപ്പെടുത്തുകയാണ് എന്നൊരു അഭിപ്രായം അവർക്കുണ്ടോ എന്നൊരു സംശയം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ചില അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മരണത്തിലേക്ക് വരെ നയിക്കുന്ന ചില ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല ബോധമുള്ള ആൾക്കാരാകുമ്പോൾ ഈ പ്രതിഷേധവും പ്രതികാരവും ഉണ്ടാവുമല്ലോ, അത് അവർ ഏതൊക്കെ വഴിയിലൂടെ നിർവഹിക്കും നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ഈ ഇവരുടെ ഭാര്യക്ക് അത് വലിയ പ്രയാസം ഉണ്ടായി, നോക്കി ഇപ്പോൾ ഒരു മടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ മകനും മകന്റെ ഭാര്യയും ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊരു സുരക്ഷിതത്വ പ്രശ്നം അത് അടക്കം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ ഒരു നോർമൽ ആണെങ്കിൽ, അതായത് അബ്നോർമൽ അല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, കൺവിൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഉള്ളൊരു പരിഹാരം. നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരാളാണെങ്കിൽ അയാളെ കൺവിൻസ് ചെയ്യുക, അയാൾക്ക് ആരോടാണ് പ്രതിഷേധം, ആരോടാണ് പ്രതികാരം, അപ്പോൾ അതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കഴിവുള്ള ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളെ
ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാൻ പറ്റും. എങ്ങനെങ്കിലും അയാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശരിയായ ദീനിലേക്കുള്ളൊരു മടക്കം, അയാളുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തിട്ട് അയാളെ തൽക്കാലം ഒരു പ്രതിഷേധവും പ്രതികാരമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിർത്താനും നല്ല ഫലപ്രദമായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും കൊടുത്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും അപകടം വരാത്ത രൂപത്തിൽ അയാൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരാൾ നമ്മളെ ജീവിതത്തിൽ വന്നു പെട്ടതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഉൾക്കൊള്ളുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അയാൾ ഇനി എന്തായിരുന്നാലും നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്കൊരു പ്രതിഫലം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും ഡിവൈഡ് ചെയ്തെടുത്തിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ ഇപ്പം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ.